ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് നമസ്കാരം ഗൈസ് വെൽക്കം 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 ബാക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ അങ്ങ് ജെറിയുടെ മറ്റേ PC 6 ലക്ഷത്തിൻ്റെ PC അങ്ങ് അൺബോക്സിങ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ കാണാൻ പോകണം ഗൈസ്. അപ്പോൾ ബസ്സിലിരുന്ന് ആകെ മുഷിഞ്ഞാകെ ഒരു പരിവായി ഗൈസ്, ഒന്നും പറയില്ല, വേഗം ചടപ്പായി. അങ്ങനെ നമ്മളിതാ വണ്ടി എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മളിവിടെ GT ഉണ്ട് ആൻഡ് ജെറിയുണ്ട്. നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ പോയി എന്താ പറയുക, വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് GTൻ്റെ ഓരോ പ്രഹസനങ്ങൾ, നമസ്കാരം പറയാം. ജെറി പിന്നെ സീരിയസ് മോഡ്, പിന്നെയും നമസ്കാരം, പിന്നെയും ഇവന് നമസ്കാരം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മേരി ദേശിവാഷിയോ എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. GT ആണ്. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ചും കഥയും പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അതൊരു കുമരകം കിച്ചൺ പറഞ്ഞിട്ടൊരു ഏരിയയിലാണ്. രണ്ട് ബിരുദന്മാർ ഇതവിടെ അങ്ങനെ മൊബൈലിൽ കുത്തിരിക്കുക. 24 മണിക്കൂർ മൊബൈലിലാണ് രണ്ടാളും. എപ്പോൾ നോക്കിയാലും മൊബൈൽ. എന്താ ഗൈസ്, രണ്ടാളും അങ്ങനത്തെ ആയിപ്പോയി. അങ്ങനെ രണ്ടുപേരും മൊബൈലിരുന്ന് കുത്തിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പിന്നെയും GTയുടെ പ്രഹസനമായിട്ടുള്ള നമസ്കാരം. പിന്നെയും പിന്നെ ഇടയ്ക്ക് GT നമ്മൾ അവൻ്റെ മൊബൈൽ എടുത്തിട്ട് അവൻ്റെ ഒരു സിനിമാറ്റിക് ഫീച്ചർ, നമ്മുടെ iPhone 16 Pro അല്ല 15 Pro ഏതാണോ എനിക്കറിയില്ല കറക്റ്റ്, അതിനുള്ള ഒരു സിനിമാറ്റിക് ഫീച്ചർ അവൻ കാണിക്കുമായിരുന്നു. അത് ഭയങ്കര ഒരു വേറെ ലെവലായിരുന്നു ഫീൽ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ. എനിക്ക് തന്നെ വേറൊരു വൈബിനെ തോന്നി കണ്ടപ്പോൾ. ആ ഒരു സിനിമാറ്റിക് വ്യൂ പറഞ്ഞാൽ വേറെ ടൈപ്പിനെ, ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണില്ല, ആ ലെവലിലായിരുന്നു അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അങ്ങനെ GT കുറേ അങ്ങനത്തെ ഒരു ഇതൊക്കെ കുറേ ചെയ്ത് പിന്നെ അങ്ങനെ കളിയാക്കിങ് ചെയ്ത് ഈ വല്ല സിനിമാറ്റോഗ്രാഫി എന്തെങ്കിലുമൊക്കെ ആവുമെന്നൊക്കെ ചോദിച്ച്. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റില്ല. അത് എന്താ ഡയലോഗ് ഉണ്ട്, ഞാനും മറന്നു. ഗൈസ് GT ഒരു സംഭവം ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനും അപ്പുറത്ത് ഇനി എന്തൊക്കെയുണ്ടോ അറിയാം. അവൻ്റെ തലയിൽ ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും പുറത്ത് കാണിക്കൂല. അതാണ് എൻ്റെ പ്രത്യേകത. അതാണ് മ്യൂസിക് വരട്ടെ, അത് ഏരിയ. ഒരു മുട്ടയും 2 പൊറോട്ട കഴിച്ചതാണ് കേട്ടോ. അതിൻ്റെ കറി കണ്ടോ, ബാക്കിയായതാണ്. ഇത്ര 1 ഏക്കർ കറി ബാക്കിയുണ്ട്. ഇതേ അവസ്ഥ നമ്മുടെ. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തിലോട്ട് വണ്ടി എടുക്കാൻ വിചാരിച്ചു. അവനെ കുറച്ച് നേരം ചായയും കുടിച്ചിട്ടൊക്കെ അവന് കഥയും പറഞ്ഞൊക്കെ ഇരുന്ന് അതിനെ പിന്നെ GT വണ്ടിയിലോട്ട് എടുക്കാം. വണ്ടി കാരണം മുമ്പായിട്ട് അവന് വണ്ടീൻ്റെ കുറച്ച് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ എന്താ സിനിമാറ്റിക് ലുക്കൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് അവസാനം വണ്ടി കയറി നമ്മൾ കൊല്ലത്തിലോട്ട് അങ്ങനെ GB-നും നമ്മുടെ ATG-നെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വണ്ടിയിലോട്ട് 2 ഭൂതങ്ങളാണ് കയറി വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഗേഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ആയിട്ടുള്ള ATG കേരളത്തിലെ ഏറ്റവും പ്രമുഖ മൈൻക്രാഫ്റ്റ് ക്രിയേറ്ററായ ATG ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൊണ്ണ GB ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം കൂടെ നമ്മൾ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ സമയത്ത് ടോം വിളിച്ചിരുന്നു, പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചൻ ഓസ്ട്രേലിയയിൽ നിന്ന്. അങ്ങനെ അവനിട്ട് കഥയും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗീക്ക് ബോക്സിലെത്തി. അങ്ങനെ നമ്മൾ ഗീക്ക് ബോക്സിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജെറിയുടെ PC റിവീൽ ചെയ്യാൻ വേണ്ടിയുള്ള മുകളിലോട്ട് GT അവിടെ ഒരു വണ്ടി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. കയറി പോയിക്കോ, അവനെ മതി. കഴിഞ്ഞ് ഇതാണ് ഗീക്ക് ബോക്സിലോട്ട് നമ്മൾ കടത്തുകയാണ് ഗൈസ്. അരുംബ്രോ ഉണ്ട്. സ്റ്റെപ്പ് നോക്കി കയറി, സ്റ്റൈലൊക്കെ പിന്നെ കിട്ടുള്ളൂ. നിന്റെ അല്ലേ ഗീക്ക് ബോക്സിനുള്ളിൽ ഓഫീസിലാണ് അവരുടെ ഷോറൂമിനുള്ളിൽ കയറി. അവിടെ കുറേ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരു വലിയൊരു മാസീവ് PC കണ്ടിട്ടോ ഗൈസ്. എന്തെങ്കിലും ഒക്കെ അറിയാം. മറ്റേ റേഡിയേറ്റർ ടൈപ്പ് എന്തോ സംഭവമാണ്. പിന്നെ ചുറ്റുവട്ടം ഒന്ന് നോക്കി നമ്മൾ വെയിറ്റിംഗ് ആട്ടോ. നമ്മുടെ എന്താ പറയുക, ഈ ജെറിയുടെ PCയുടെ ആ ഒരു മാസീവ് PCയുടെ ഒരു എന്താ പറയുക ഒരു റിവീലിന് വേണ്ടി അവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോഗ് ചെയ്യലും സംസാരങ്ങളും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സ്റ്റിൽ ദ ഹൈപ്പ് ഇസ് ദർ. അങ്ങനെ പറഞ്ഞ പോലെ നിൽക്കണം ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. എപ്പോഴാണ് എങ്ങനെ ഒന്നും ഒരു ഇതില്ല, അങ്ങനെ വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ സെക്കൻഡിൽ നടക്കും എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. ഹലോ നമസ്കാരം. നമസ്കാരം. എത്ര വട്ടം നമസ്കാരം ചോദിക്കട്ടെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ കേക്ക് കട്ടിങ് സെറമണി കേട്ടോ. നമ്മളെല്ലാം സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ ഒരു മധുരം കഴിച്ചിട്ടാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യേണ്ടത്. അതിനെ അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ കേക്കിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ജെറി കത്തിയും പിടിച്ച് നിൽക്കുകയാണ്. ആൻഡ് ഏതാനും നിമിഷങ്ങളിൽ കേക്ക് കട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ റോഷിൻ ബ്രോൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗീക്ക് ബോക്സിലെ ഒരു സ്റ്റാഫിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കേട്ടോ. ഇന്ന് വന്നിട്ടുണ്ട്. അതിന് കൂടെ റാൻഡമൈസും ഫ്രണ്ട്സും GT എല്ലാവരും ഉണ്ട്.
അത് ക്യാമറമാൻ നമ്മുടെ റൂൾസിലൂടെ അത് അനത് ഡ്രീം അച്ചീവ്മെന്റ് എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും പറയാം. എങ്ങനെ പറയാൻ പറ്റുള്ളൂ വേറെ. അതെ, അപ്പൊ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളും അതിന് സന്തോഷം പങ്കെടുക്കും. ചെറിയൊരു മധുരം നമ്മൾ കട്ട് ചെയ്യാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ കൊച്ചിന് വന്നേക്കാണ്. അപ്പൊ അതും ചെറിയ ഗുഡൻസ് ഉണ്ട് അല്ലെ? നല്ലൊരു സ്റ്റെക്ക് ആണ് അല്ലെ? വളരെ സെലക്റ്റീവ് കാരണം ഗെയിമിങ്ങിലും എല്ലാം അത്രയും ഹൈയും അൾട്രാ ഹൈയും ഉണ്ട് കേട്ടോ. ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി ലോഞ്ച് നിങ്ങൾക്ക് കാണാം. അത് 1590 ആണ്. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പൊ കട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. റാൻഡത്തിനാണോ വേണ്ടത്? ചെറിയ പീസ് വീണുവോ? ഇല്ല, വീഴില്ല, പേടിക്കണ്ട. കണ്ടുകൊടുക്ക്. അരുൺ നമ്മുടെ ഫുഡി താടിയിലാവല്ലേ? ഉപ്പ് കുറവാ. ക്യാമറമാൻ ഞാൻ കൊടുത്തു. ബാക്കിയുള്ളവർക്ക് വെട്ടി തിന്നോ? ബാക്കിയുള്ളവർക്ക് വെട്ടി തിന്നോ? അതന്നെ. അപ്പൊ നമുക്ക് ഒരു ഡ്രീം റിവീൽ ചെയ്യാൻ പോവാ. പൊക്കിക്കോ. സ്പെഷ്യാലിറ്റി ആണ്. ഓൺലി ഫോർ ദ കൺട്രീഷിപ്പ് ഓണേഴ്സ്. So RTS 5090 Supreme. First അല്ല. Third from Kerala. നമ്മുടെ സെക്കൻഡ് ആണ്. ഓക്കെ, അത് മൈറ്റി സുപ്രീം. ഈ കാർഡിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. സോ ആൻഡ് ഇത് 9800 3D പ്രൊസസ്സറാണ്. ഇക്കോ 16 3D വേരിയന്റ് ആണ്. അപ്പൊ ഗെയിമിങ്ങിന് ഏറ്റവും പ്രൊസസ്സർ, ഇന്നത്തെ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സറാണ് ഫോർ ഗെയിമിംഗ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ 32GB RAM B850 സീരീസിലെ പുതിയ ചിപ്സിലുള്ള മദർ ബോർഡാണ്. ഓക്കെ, പിന്നെ മെസ്സിക്കിന്റെ കൂളർ എല്ലാം ഓർഡർ. അത് മാത്രമല്ല, ഈ കൂളർ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഡ്യുവൽ ഫാൻ റേഡിയേറ്റർ സെറ്റപ്പ് ആണ്. ഡ്യുവൽ ഫാൻ ആണ്. അപ്പം അത്രയും കൂളിംഗ് എഫിഷ്യൻസി കൂടുതലാണ്. ഒരു ഡ്യുവൽ ഫാൻ റേഡിയേറ്റർ സെറ്റപ്പ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോ എസിറ്റിക്കിലും എല്ലാം ഈ പറഞ്ഞ പെർഫോമൻസിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാം അതിന്റെ തെർമലിനാണെങ്കിലും എല്ലാം സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പെക്ട് ആണ് വെച്ചേക്കുന്നത്. വെയിറ്റ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്താനുള്ള കാരണം. ഓക്കെ, ഒരു 1.5 കിഡ്നി ബ്രോ എന്തുണ്ട് തോന്നി? കണ്ടിട്ട് എന്തോ ഒന്നും പറയാ. കണ്ടിട്ട് കൊള്ളാം. അല്ല, ഈ കളർ എല്ലാം ഞാൻ ഓഫ് ആക്കി ഇടാനുള്ള, എല്ലാം ഓഫ് ആക്കി ഇടും. ഇതിന്റെ സ്വിച്ച് ഉണ്ട്, അതുവരെ ഇടാനുള്ളതാണ്. ആദ്യം തന്നെ അതാണ് ഊരാൻ പോകുന്നത് വീട്ടിൽ എത്തി. ഇല്ല, വെള്ള വേണം. സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റിവീലിംഗ് ഒക്കെ കഴിഞ്ഞു, കേക്ക് കഴിച്ചു, എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തു. അതിന് ശേഷം നമ്മളതാ ഗീക്ക് ബോക്സിൻ്റെ അടുത്തൊരു സെക്ഷൻ ആയിരുന്നു, ഒരു ഗെയിമിംഗ് ഏരിയ അല്ലെങ്കിൽ ഗെയിമിംഗ് ഹബ് ഏരിയ. അപ്പോൾ അവിടെ പ്ലേ സ്റ്റേഷൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഗെയിമിംഗ് കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടുള്ളൊരു ലൈക്ക് ഇ സ്പോർട്സ് ഒക്കെ നടത്താൻ, ചെറിയ ചെറിയ ലാൻ ഇവൻ്റ് ഒക്കെ നടത്താൻ പറ്റിയൊരു ചെറിയൊരിതൊക്കെ ഒരു ഗെയിമിംഗ് ഹബിൻ്റെ ഒരു പൂർണ്ണമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു രണ്ടായിട്ടുണ്ട്, ഒരു ഏകദേശം 10 കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഒരു സെക്ഷൻ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർ സിമുലേഷൻ്റെ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്തൊന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടൊന്ന് അവിടെ ഒരു ഗെയിം പ്ലേ ഒക്കെ അവർ കുറേ നേരം അവർ എല്ലാവരും കൂടെ ഒന്ന് കുറച്ചൊന്ന് ഗെയിം കളിച്ച് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്ന് മനസ്സിലാക്കി. എടുത്തിട്ട് ഓടിച്ചോ
പ്രിയമുള്ള നാട്ടുകാരെ, കലാസ്നേഹികളെ, ഇന്നിവിടെ അവതരിപ്പിച്ച ഓരോ പരിപാടിക്കും കൂട്ടുനിന്ന വയറൻ കണ്ണനായിട്ടുള്ള റാൻഡവും. ചേട്ടാ അല്ല എങ്ങനെ എന്താണ് തിരുവനന്തപുരം? തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പൊളിയല്ലേ. തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, അവിടെയൊക്കെ വൈകുന്നേരം തൊഴാനായിട്ട് വരുന്ന പെൺപിള്ളേരൊക്കെ ഉള്ള ഒരു നല്ല സുന്ദരമായ നാടാണ്. ചേട്ടാ നിങ്ങളെ കുറിച്ച് എൻ്റെ കുറിച്ച് 2 വാക്കാ. ഹലോ ഹലോ ഹലോ, വെൽക്കം ബാക്ക്. അത്രയും വിവരമുള്ളൂ ആൾക്ക്, കുഴപ്പമില്ല. അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. നിങ്ങളെ കുറിച്ച് 2 വാക്ക് പറയുക. നല്ലതല്ലാത്തത്. എന്നെ കുറിച്ച് നല്ലതല്ലാത്ത 2 വാക്കോ? ഞാൻ പണ്ട് ഭയങ്കര ഒരു കോഴിയായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ഭാര്യ പറയുന്നത്. അവള് തലക്കെട്ട് അടിച്ചടിച്ചാണ് എൻ്റെ തല കഷണ്ടി ആയി പോയത്. ഓക്കെ മതിയാടാ. പിന്നെ അത്യാവശ്യത്തിന് വെള്ളമടിയുണ്ട്. അത്യാവശ്യത്തിന് ലാലേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് ഡീറ്റി ബിസിനസ്. പക്ഷേ വെള്ളവടി നമ്മൾ പമ്പ് സെറ്റിലടിക്കും. GT ബലൂണൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ 2 ബോളില്ലാത്ത റാൻഡത്തിന് ഞാൻ സമർപ്പിക്കുന്നു. എന്ത് ടാങ്ക് ടാങ്ക് ഇല്ല പറയില്ല എന്നാ പിടിച്ചോ നീ പറ. താങ്ക് പറ. ഞാൻ പറയില്ല. ആർക്കില്ല? ആര് കത്തിച്ചിട്ടുണ്ട്? ആ അതെ, ബോളില്ലാത്ത റാൻഡത്തിന് GT ബോൾ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാം പാക്കപ്പ് ആക്കി, എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു. നേരെ നമ്മൾ എന്ത് ചെയ്തു, ഒക്കെ വണ്ടിയിലൊക്കെ അവർ ഫുൾ പാക്ക്, നല്ല വെൽ പാക്ഡ് ആട്ടോ. അവരുടെ പാക്കിംഗ് ഒക്കെ സ്ട്രോങ് ആയിട്ട് അവർ പാക്ക് ചെയ്ത് ഉള്ളിലൊക്കെ നല്ല കൺസീലാക്കിയിട്ട് ഒരു ഡാമേജ് പോലും പറ്റാത്ത ഏകദേശം 30 കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിംഗ് PCൻ്റെ വെയിറ്റ് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റാക്കി അവൻ്റെ വണ്ടിയിലായിട്ട് കയറ്റി ഫോർച്യൂണറിലോട്ടാണ് കയറ്റാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം, ഡിക്കി തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സംസം എന്ന ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സംസം എന്നൊരു റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ഫേമസ് ആണെന്ന് പറഞ്ഞവന്. അത് നമ്മൾ അരുൺ റൂം പറയുന്നുണ്ട്, ഗെയിമർ റൂം പറയുന്നുണ്ട്, നല്ല ഫേമസ് ആണ്. അപ്പോൾ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ അവൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് എൻജോയ് ചെയ്ത് വയറൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് കാണുന്ന നല്ല 2 പ്രഹസനങ്ങളായിട്ടുള്ള 2 പേര്. നമ്മൾ ഇൻകുലാബ് സിന്ദാബാദ് പറഞ്ഞിട്ട് എന്തെയോ കാര്യത്തിന് വേണ്ടി കൊടിയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ അടുത്ത ദിവസം കാണാം. അടുത്ത വ്ളോഗ് കാണാം. അപ്പോൾ ഇതുപോലത്തെ വ്ളോഗ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.